ക്ലിപ്പിട്ടിട്ട് ആളുകളെ പറ്റിക്കാൻ നോക്കുന്നു. അവർ ക്ലിപ്പിട്ടിട്ട് ഒരു പണ്ഡിതന്മാരുടെ പ്രസംഗത്തിന്റെ അപ്പുറവും ഇപ്പുറമൊക്കെ മുറിച്ചിട്ട് ക്ലിപ്പിട്ടിട്ട് ആളുകളോട് പറയാണ് സുന്നികൾ വിശ്വസിക്കുന്നത് ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. അങ്ങനെ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. അങ്ങനെ സുന്നികൾ വിശ്വസിക്കണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, യുദബ്ബിറുൽ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു, അത് നേരത്തെ പറഞ്ഞ റംലി അല്ല, അവരുടെ പിതാവ് ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറഞ്ഞു ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹ്, സൃഷ്ടാവിനല്ലാതെ നിയന്ത്രണം ഇല്ല, മുഴുവൻ നിയന്ത്രണങ്ങളും അല്ലാഹുവിനാണ്. ഓ സുഹൃത്തുക്കളെ, പിന്നെ എന്തിനാണ് സുന്നികളെ പേരിൽ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്? അതേസമയത്ത് മുജാഹിദിന്റെ അൽമനാറിൽ അവരെഴുതിയിട്ടുണ്ട്, അവരുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് അവരെഴുതിയിട്ടുണ്ട് മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ മമ്പാട് വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മുജാഹിദുകൾ പറഞ്ഞതുകൊണ്ട് അവരെ ഞങ്ങൾ കാഫിറാക്കൂല എന്ന് പറഞ്ഞു. അവരെ ഞങ്ങൾ ആ വകയിൽ കാഫിറാക്കൂല എന്ന് പറഞ്ഞു. മലക്കുകളാണ് നിയന്ത്രിക്കുന്നത് കാഫിറാക്കൂല എന്ന്. കാരണം നമ്മൾ വെറുതെ മുജാഹിദിന്റെ മേൽ പാഞ്ഞുകാരുന്നവരല്ല. നമ്മൾ തെറ്റ് കണ്ടാലേ പറയൂ മലക്കുകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് അവർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചില പണ്ഡിതന്മാർ ചിലപ്പോൾ പറയും ഔലിയാക്കൾ ലോകത്തിൽ പലതിനെയും നിയന്ത്രിക്കുന്നു എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയന്ത്രിക്കുന്നു എന്ന് പറയും. ആ അർത്ഥത്തിൽ തന്നെയാണ് അവരും മലക്കുകൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത്. അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അല്ല, ഹഖീഖിയായ നിയന്ത്രണം അല്ല. അതിനർത്ഥം ഇടപെടുന്നു, ചില വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നാണ്. ഈകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴയുടെ വിഷയത്തിൽ ഇടപെടുന്ന മലക്കാണ്. അപ്പൊ ചിലർ പറയും മീകായിൽ മഴയെ നിയന്ത്രിക്കുന്നു എന്ന് പറയും. അതിനർത്ഥം മീകായിലാണ് നിയന്ത്രിക്കുന്നതെന്നല്ല, മീകായിലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ചിലർ ചിലപ്പോൾ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറയും. അമേരിക്കയാണോ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത്? അല്ലല്ല. ഇവിടെ ഈ പരിപാടി നടത്തുന്നത് അമേരിക്ക അറിഞ്ഞിട്ട് തന്നെയില്ല. അപ്പോൾ അതെ, അമേരിക്കയല്ല ലോകം നിയന്ത്രിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ജനങ്ങൾ അങ്ങനെ പറയും അമേരിക്കയാണ് ലോകം എന്ന് പറഞ്ഞാൽ ലോകത്ത് പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് മനുഷ്യന്മാർക്കും അറിയാം. ലോകൊട്ടാകെ എന്ന് പറയുമ്പോഴേക്ക് ഒട്ടാകെ എന്നൊന്നും അതിന് അർത്ഥം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ നിന്നെ ലോകൊട്ടാകെ തെരഞ്ഞല്ലോ എന്നിട്ട് കണ്ടില്ലാലോ, അതിന്റെ അർത്ഥം ലോകൊട്ടാകെ തെരയാൻ കഴിയും ഒരാൾക്ക്. അതിന്റെ അർത്ഥം എന്താണ്? കുറച്ച് തെരഞ്ഞല്ലോ എന്നാ, അതിനാ ലോകൊട്ടാകെ എന്ന് പറയും. അപ്പൊ അതുപോലെ ചില ആളുകൾ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ ലോകം നിയന്ത്രിക്കുന്നു എന്നോ മറ്റോ പറഞ്ഞാൽ അത് മലക്കുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് മുജാഹിദുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞവരും പറഞ്ഞത്. ഇത് മനസ്സിലാക്കാനുള്ള നല്ല വിശാലമായ മനസ്സ് ആവശ്യമാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലി പറയാണ്, എന്താ പറയുന്നത്? മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. അള്ളാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അള്ളാഹു ഉദ്ദേശിക്കാത്തതുണ്ടാവില്ല. ഞാൻ നാദാപുരത്തൊരു ഖണ്ഡനം നടത്തിയിരുന്നു എൻ്റെ നാട്ടിൽ. അവിടെയും ഞാനത് കൃത്യമായി പറഞ്ഞിരുന്നു. നമ്മളൊരു വിഷയം വിചാരിക്കണമെങ്കിൽ തന്നെ അല്ലാഹു തആല ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ നമുക്ക് വിചാരിക്കാൻ തന്നെ കഴിയില്ല. അല്ലാഹു പറഞ്ഞില്ലേ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിനല്ലേ നിയന്ത്രണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു കാര്യം വിചാരിക്കണമെങ്കിൽ അല്ലാഹു തആല ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന് വിചാരിക്കാൻ തന്നെ കഴിയില്ല. അവിടുന്ന് പറഞ്ഞില്ലേ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നതും കേട്ടോവർ. മാല ശരിക്ക് പഠിച്ചെങ്കിൽ പഠിച്ചു പോവുകയില്ലായിരുന്നു. പക്ഷെ ആ മാല വേണ്ടതുപോലെ പഠിച്ചില്ല. ഞാൻ കേട്ടു ഒരു ആളിങ്ങനെ പറയാണ്. അയാൾ പറയുന്നത് എന്താണ്? അതേ ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ. പേരോടെന്താ ചെയ്യാൻ? പേരോടൊന്നും ചെയ്യേണ്ടില്ല, പേരോടൊക്കെ അറിയാം. പേരോടെന്താ ചെയ്യാൻ? ഒന്നും ചെയ്യേണ്ടതില്ല. ആ സാധു മനസ്സിലാക്കിയത് ഭൂമി ഒരു ചെറിയ ഉണ്ട പോലെ ആക്കിയിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ കൈ പിടിച്ചു എന്നാണോ ആ സാധു അതിനർത്ഥം മനസ്സിലാക്കിയത്? അതൊക്കെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. അതേ കാലത്തിന്റെ കുളമ്പടി ശബ്ദം കേൾക്കാത്ത മൗലവി എന്ന് പറഞ്ഞാൽ കാലത്തിനൊരു കുളമ്പുണ്ട്, അതിനിങ്ങനെ ശബ്ദമുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? ഹദീസിലുണ്ടല്ലോ ഒരു സ്ഥലത്ത് എന്താണ്, അതേ
തമസ്സകൂ ബിഹാ, നിങ്ങൾ എൻ്റെ സുന്നത്തും അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, എൻ്റെ സുന്നത്ത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. സുന്നത്ത് എങ്ങനെയാ കടിച്ചു പിടിക്കുക? സുന്നത്ത് കടിച്ചു പിടിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെന്താണ് കടിച്ചു പിടിക്കാത്തതിന്റെ അർത്ഥം? അത് വിട്ടുപോകരുത് എന്നാണ്, അല്ലേ? ഇതെല്ലാം ആർക്കും മനസ്സിലാവൂലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആലങ്കാരികമായ പ്രയോഗങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ അത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി മാലയെ എതിർക്കുന്നവരുണ്ട്. അവർക്ക് മാല മനസ്സിലായിട്ടില്ല, അതേ ഖുർആനും ഹദീസും മനസ്സിലായിട്ടില്ല, ഇമാമിങ്ങളുടെ വാക്കുകൾ മനസ്സിലായിട്ടില്ല, നബിതങ്ങളുടെ വാക്കുകൾ മനസ്സിലായിട്ടില്ല. വഅല്ലു അലൈഹാ ബിന്നവാജിദ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ താടിയല്ലും ഇല്ലാത്ത, ഒരൊറ്റ അണപ്പല്ലും ഇല്ലാത്ത ഒരു പാവ ഉമ്മാമുണ്ട്. അവരെന്താ ചെയ്യാ? നബിതങ്ങൾ പറഞ്ഞ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണോന്നല്ലേ? അപ്പൊ ഈ ഉമ്മാം എന്താ ചെയ്യാ? അണപ്പല്ലില്ലാലോ എന്നാരെങ്കിലും പറയോ? അതിനർത്ഥം ആ ആശയം മുറുകെ പിടിക്കണം, അത് വിട്ടുകളയാൻ പാടില്ല എന്നാണ്. മുറുകെ പിടിക്കണോ എന്ന് തന്നെ അതിന്റെ അർത്ഥം. കാരണം മുറുകെ പിടിക്കാനേ കയ്യിലല്ലേ പിടിക്കുക, സുന്നത്ത് എങ്ങനെ കൈ പിടിക്കുക? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, ആശയത്തിന് വിട്ടുപോകാൻ പാടില്ല എന്നാണ്. ഇതുപോലെ ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തരുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഏതെങ്കിലും അക്ഷരത്തിൽ പിടിച്ച് വാക്കുകളിൽ പിടിച്ച് ആരെയും കാഫിറാക്കാൻ പോകരുത്. ഒരാൾ പറഞ്ഞു, മോനെ വണ്ടിയൊന്ന് നിർത്ത്, ഞാൻ പള്ളിയിൽ കയറി മൂത്രയിക്കട്ടെ എന്ന്. അപ്പൊ തന്നെ അതാ അയാൾ കാഫിറായി. പള്ളിയിൽ കയറി മൂത്രയിക്കുകയാണ് അയാൾ. അതിന്റെ അർത്ഥം അങ്ങനല്ല. പള്ളിയിൽ കയറി മൂത്രയിക്കട്ടെ, പള്ളിന്റെ അടുത്തുള്ള മൂത്രപ്പുരയെ കയറി മൂത്രയിക്കട്ടെ എന്നാ. അത് വിശദീകരിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം അതാണ്. വേറൊരാൾ പറഞ്ഞു, ഇതാ ഈ ആട് ബദരീങ്ങക്കാണ്, ബദരീങ്ങൾ വന്നിട്ട് ആട്ടിന്റെ ഇറച്ചി തിന്നുവോ? അതിന്റെ അർത്ഥം ബദരീങ്ങൾ ആട് തിന്നു എന്നാണോ? അല്ല, ബദരീങ്ങളുടെ പേരിൽ സദഖയാണ് എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ച് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കിണർ കുഴിച്ചിട്ട് ഈ സഅദിന്റെ ഉമ്മാക്കാണ്, ഞാൻ മരിച്ചുപോയ ഉമ്മ വന്ന് കിണറ്റിന്ന് വെള്ളം കോരുവോ എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ പേരിൽ സദഖയാണ് എന്നാണ്. അങ്ങനെയാണ്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. മുജാഹിദിന്റെ മൗലവിമാർക്ക് മനസ്സിലാവൂല, വ്യാജ ത്വരീഖത്തുകാർക്കും മനസ്സിലാവൂല. അതായത് ബിദ്അത്ത് എന്ന രോഗം തലയിൽ കയറിയാൽ പിന്നെ ഒരു വിഷയത്തിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാവൂല. അല്ലാഹു തആല കാക്കട്ടെ. ഞാനിപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ കണ്ടോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, വലബിജ്തമഅൽ ഇൻസു വൽ ജിന്നു വൽ മലായികതു വശയാതീനു, എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ, എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ പെടാത്ത ഒരാളുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യൻ അല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? കഴിയില്ലല്ലോ. പിന്നെ കഴിയണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വരണം. മനുഷ്യരൂപത്തിൽ വന്നാൽ അത് ജിബ്രീലാണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകാതെയായി പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു, മനസ്സിലായില്ല. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അതാക്ക ജിബ്രായീൽ, ആ വന്ന് ജിബ്രീലായിരുന്നു കേട്ടോ ഉമറേ, പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി. അപ്പൊ അമ്പിയാക്കൾ അങ്ങനെയല്ല. അമ്പിയാക്കൾ സാധാരണ മനുഷ്യർ അല്ല. ഇന്നി ലസ്തു മിസ്ലക്കും ഇന്നി ലസ്തു കഅഹദിൻ മിൻകും ഇന്നി ലസ്തു കഹൈഅതികും. 3 റിപ്പോർട്ടും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പോലെയല്ല, നിങ്ങൾ ഒരാളെ പോലെയും അല്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അമ്പിയാക്കൾ മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ അല്ല. അങ്ങനെ വരുമ്പോൾ ഇമാം ഗസാലി തങ്ങൾ പറയാൻ, മനുഷ്യന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയാൽ അതിൽ പിന്നെ ആരും ബാക്കിയില്ലല്ലോ. അമ്പിയാക്കളും ഔലിയാക്കളും ഖുതുബീങ്ങളും എല്ലാവരും പെട്ട്. പിന്നെ ഗസാലി ഇമാം പറയാൻ, വൽ ജിന്നു, സർവ്വ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ. ഞാൻ മുമ്പ് വാഴക്കാട് പ്രസംഗിക്കുമ്പോൾ ജിന്ന് സഹായിക്കും എന്നുള്ള വിശ്വാസം ഒറ്റ മുജാഹിദിനും ഇല്ലായിരുന്നു. ഇപ്പൊ കുറെ മുജാഹിദുകൾ ജിന്നിനെ വിളിക്കാന്ന് പറയുന്നവരുണ്ട്. ഇരിക്കട്ടെ, അത് ഞാൻ പറഞ്ഞു, മാറ്റങ്ങളൊക്കെ അവിടെയാണ്, ഇവിടെ മാറ്റമൊന്നുമില്ല. നമ്മൾ അന്നും ഇന്നും ജിന്നിനെ ജിന്നായി തന്നെ കാണുന്നുണ്ട്, ഇൻസിനെ ഇൻസായിട്ട് തന്നെ കാണുന്നുണ്ട്. വൽ ജിന്നു, എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ, വൽ മലായിക, എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, വശയാതീൻ,
അതേ ഇബ്ലീസ് അടക്കമുള്ള എല്ലാ ശൈത്താന്മാരും ഒരുമിച്ച് കൂടിയാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും, എന്തിനാ ഒരുമിച്ച് കൂടിയത്? അലാ യുഹരികു ഫിൽ ആലമി ദർറതൻ, ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ, ഔ യുസക്കിനുഹ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ ശൈത്താന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടി എന്തിന്? ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ. ഔ യുസക്കിനുഹ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. സലിമ പറയാണ്, ബിദൂനി ഇറാദത്തിഹി വ മശീഅത്തിഹി, അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അള്ളാഹു തീരുമാനിക്കാതെ ഒരണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അതിനവരെ കൊണ്ട് കഴിയൂല കേട്ടോ. ഒരു നബിക്കും കഴിയൂല, ഒരു മലക്കിനും കഴിയൂല എന്നല്ല, എല്ലാ നബിയും എല്ലാ മലക്കും എല്ലാ ശൈത്താനും എല്ലാ ജിന്നും ഒരുമിച്ച് കൂടിയാലും കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരണുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. ഇത് വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചാണോ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന കൺട്രോൾ സിഎം വരെയുള്ളയാണ് സുന്നികൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്? എന്തിനാണ് ഇങ്ങനത്തെ പച്ചക്കള്ളം പറയുന്നത്? ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അങ്ങനെ വിശ്വാസമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അള്ളാഹു ഉദ്ദേശിക്കാത്തതുണ്ടാവില്ല. ഇത് ഒരു മൗലവി പറഞ്ഞു. ഞാനിത് പറഞ്ഞപ്പോ ഒരു മൗലവി, പാവം, അദ്ദേഹം മംഗലാപുരത്ത് പോയിട്ട് പറയാണ്, പേരോട് മാറിയിട്ടുണ്ട്. ഞാൻ മാറിയതല്ല, ഞാൻ അന്നും ഇന്നും ഞങ്ങളെ ഉസ്താദുമാര് 1ാം ക്ലാസ് പഠിപ്പിച്ച ഞങ്ങളെ എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. അത് പഠിക്കാത്ത വല്ല സുന്നിയും ലോകത്തുണ്ടോ? പിന്നെ എന്ത് മാറ്റാ? ഹദ്ദാദ് ഓതാൻ തുടങ്ങിയിട്ട് ഞാൻ മീസാൻ ഓതുന്ന കാലത്തെ ഹദ്ദാദ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഹദ്ദാദ് ചൊല്ലുന്നത് ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽ ഖൈറു വസ്സറു ബിമശീഅത്തില്ലാ. ഖൈറും ശർറും അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. അല്ലേ? മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലക ശുക്റു അലാ ദാലിക്. ഇത്ര കാലമായി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിർദുൽ ലത്തീഫ് പഠിപ്പിച്ചു തന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇഖ്റ. എന്ത് ഗുണം കിട്ടുന്നുണ്ടോ ഫമിൻക, അല്ലാഹുവേ നിന്നിൽ നിന്നാണ്. രാവിലെയും വൈകുന്നേരം ചൊല്ലൊരു സുന്നത്താ. കാരണം ഖുർആൻ പറഞ്ഞതാ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്ത് ഗുണം കിട്ടുന്നുണ്ടെങ്കിലും അല്ലാഹുവിങ്കൽ നിന്നാണ്, യാതൊരു സംശയവും ഇല്ല. എന്നാൽ അതിനർത്ഥം വേറെ ആരോടും സഹായം ചോദിച്ചുകൂടാന്നല്ല, വേറെ ആരും ഇടപെടുകയില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് പറയാ. ഭാര്യ ഭർത്താവിനോട് ചെലവ് ചോദിച്ചുകൂടാ, കാരണം എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നല്ലേ. ഭർത്താവിനോട് ഇങ്ങനെ ചെലവിന് ചോദിക്കുക, അത് ചോദിച്ചുകൂടാ. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു സങ്കടവും പറഞ്ഞു, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൂടാ, കാരണം അല്ലല്ലേ രോഗം സുഖപ്പെടുന്നത്. ഡോക്ടറോട് പറഞ്ഞുകൂടാ, ആ വിശ്വാസമൊന്നും നമുക്കില്ല. ഒരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അയാൾ പറയുന്നത് ഗൈനക്കിനെ കണ്ടാ ശിർക്കാണ്, ഗൈനക്കിനെ കണ്ടാ ശിർക്കാണ്. ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. ഗൈനക്കിനെ കണ്ടാ ശിർക്കൊന്നും ആവൂല, ഡോക്ടറെ സമീപിച്ചാൽ ശിർക്കാവൂല. അതേപോലെ തന്നെ ഗർഭിണിയായ പെണ്ണിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കൂടാ, ആസ്പത്രി കൊണ്ടുപോയിക്കൂടാ, അങ്ങനൊന്നും സുന്നിയൊക്കെ വിശ്വാസമില്ല. എനിക്ക് 7 മക്കളുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അത്ര ഇല്ലായിരുന്നു, പിന്നെ ഉണ്ടായതാ കുറെ. 7 മക്കളുണ്ട്. 7ഉം ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചതാ. ആശുപത്രി പോയിക്കൂടാതെ അങ്ങനെ ഉണ്ടോ? സുന്നത്തി ജമാഅത്തിന്റെ ഒരു ആശയം ഇല്ല. അതേ സമയത്ത് ആശുപത്രിയിൽ പോയാലേ പ്രസവിക്കൂന്ന് അങ്ങനെ അഭിപ്രായമില്ല. കാരണം എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച് ആശുപത്രിയിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ്. ഞാനുണ്ടല്ലോ. അപ്പോ ആശുപത്രിയിൽ പോകണം ഇല്ല. പിന്നെ സുരക്ഷിതമായ സ്ഥലത്തുനിന്ന് പ്രസവിക്കാനുള്ള സൗകര്യം ചെയ്യണം. അവിടെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഒക്കെ ആശുപത്രിയിൽ പോകുമെന്ന് പറയുമ്പോൾ ഞാൻ വലിയ തരീക്കത്താണ്, അതുകൊണ്ട് ആശുപത്രി പോകില്ല എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോണ്ട. ഓ സഹോദരന്മാരെ, ഇവിടെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വളരെ സുതാര്യമാണ്, വളരെ കൃത്യമാണ്. ഒരപകടവും അതിൻ്റെ വിശ്വാസത്തിൽ ഇല്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് 2 വിഷയം നിങ്ങൾ മുറുകെ പിടിച്ചോ. ഒന്ന് അലൈക്കും ബിശ്ശിഫാഇൻ, രോഗശമനത്തിന് 2 കാര്യം. ഒന്ന് അൽ അസൽ, തേന് കൊണ്ട് രോഗം മാറുമെന്നത് കുഞ്ഞിരാം വൈദ്യർക്കും അറിയാം, അതേ കൃഷ്ണൻ വൈദ്യർക്കും അറിയാം.
അതേ സമയത്ത് അൽ ഖുർആൻ വൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് രോഗം മാറുമെന്ന് നബി തങ്ങൾ പറയാണ്. അത് ചിലപ്പോ യുക്തിവാദി വിശ്വസിക്കൂല. കുഞ്ഞിരാമൻ വൈദ്യർ ചിലപ്പോ ഒരു ഹിന്ദു ആണെങ്കിൽ ചിലപ്പോൾ അത് അംഗീകരിക്കും. നമ്മുടെ അടുത്ത് വന്ന് മന്ത്രിപ്പിച്ചു പോകുന്ന എത്ര ഹിന്ദുക്കളുണ്ട്. യുക്തിവാദിയാണെങ്കിൽ അവനത് അംഗീകരിക്കൂല. യുക്തിവാദം തലയിൽ കേറിയ മുബത്തദിയും അംഗീകരിക്കൂല. അവൻ ചിലപ്പോൾ എന്ത് പറയും? അവൻ ദുർവ്യാഖ്യാനം ചെയ്യും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് റഹ്മത്തും ശിഫയുമുണ്ടെന്ന് ഖുർആൻ. അതേ, ആ പരിശുദ്ധ ഖുർആനിൽ ശിഫയുണ്ട്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് മഹാന്മാരായ സഹാബികൾ, അവരാണല്ലോ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. സഹാബികൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ബോധം കെട്ട് കിടക്കുന്ന വ്യക്തിയുടെ ബോധം തെളിയാനാണ്. അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ 30-ലധികം ആടുകളെ ബുഖാരിയിൽ കാണാം, ആടിനെ കൂലി കൊടുത്തു. അതവർ വാങ്ങി കൊണ്ടുവന്ന് നബിതങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ നബിതങ്ങൾ അതിന് 100% അംഗീകാരം കൊടുത്തു. അതിന്റെ പുറമെ ആ ആട്ടിന്റെ മാംസത്തിൽ ഒരു കഷ്ണം എനിക്കും തരണമെന്ന് നബിതങ്ങൾ അതാ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ബുഖാരിയിലെ ഹദീസല്ലേ. അപ്പൊ ഖുർആൻ കൊണ്ട് ശിഫയുണ്ട്, അത് വിശ്വസിക്കണം, അത് വിശ്വസിക്കാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, മിനിഞ്ഞാന്ന് എൻ്റെ അടുക്കൽ വില്യാപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കുട്ടി വയറ്റിലുള്ള സമയത്ത് ഡോക്ടർമാർ ഈ കുട്ടിയെ എടുത്തു കളയണം എന്ന് പറഞ്ഞതായിരുന്നു. നിങ്ങളോട് വന്ന് ഞങ്ങൾ ആ സങ്കടം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എടുക്കണ്ട, ഞാൻ ദിക്ർ തരാം. അങ്ങനെ ദിക്ർ തന്നു. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നമില്ലാതെ ആ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ഉസ്താദെ, കുഞ്ഞിനെ കാണിച്ചു തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ആ കുട്ടിയും അദ്ദേഹവും തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ടെലിഫോൺ നമ്പറും സിറാജുൽ ഹുദയിൽ എഴുതി കൊടുത്തു. യുക്തിവാദി നിഷേധിക്കണ്ട, ട്രോളാൻ പോണ്ട. ഞാൻ നല്ല ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വന്നാൽ ഞാൻ ഫോൺ നമ്പർ തരാം, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി തരാം, കുട്ടിയെയും ഞാൻ കാണിച്ചു തരാം. ഞാനിത് പറഞ്ഞത് ദിക്റിനും സലാത്തിനും ഖുർആനോത്തിനും ഫലമില്ല എന്ന് പറയുന്ന യുക്തിവാദിയല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ്. അതേസമയം ഡോക്ടറെ സമീപിക്കണ്ടെന്ന് നമ്മൾ പറയില്ല. നബി തങ്ങൾ രണ്ടും പഠിപ്പിച്ച നേതാവാണ്, രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദാവു, നിങ്ങൾ ചികിത്സിച്ചോളൂ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി ദാഇൻ ദവാ, ഏത് രോഗത്തിനും മരുന്നുണ്ട്. മരുന്നെത്തിയാൽ ബരിഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം രോഗം മാറും. ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സമ്മതം വാങ്ങാന്നല്ലോ കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ചിലർ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൂടാ എന്ന് ചില പുസ്തകങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ എഴുതിയതാ. കാരണം അല്ലാഹ് പറഞ്ഞില്ലേ, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, പടച്ചവനോട് സമ്മതം എടുത്തിട്ടേ ശഫാഅത്ത് ചെയ്യുന്നതാണ്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? എന്നല്ല, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമേ ശഫാഅത്ത്. ഉത്തരവ് എന്ന് പറഞ്ഞാൽ കുൻ ഫയകൂൻ, ഏത് വിഷയം ഇവിടെ നടക്കണമെങ്കിലും അല്ലാഹ് ഉദ്ദേശിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഏത് സംഗതി ഇവിടെ നടക്കണമെങ്കിലും അല്ലാഹ് ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകണം എന്ന് പടച്ച റബ്ബിന് ഒരു ഉത്തരവുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഉദ്ദേശം അതുണ്ടാകണമെന്ന ഉദ്ദേശം നടക്കണം. അങ്ങനെ ആ ഉത്തരവ് അതില്ലാതെ ഇവിടെ ആർക്കും ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം ശഫാഅത്ത് ചെയ്യണമെങ്കിൽ ശഫാഅത്ത് ചെയ്യണമെന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കണ്ടേ. അത് വിചാരിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു ശഫാഅത്ത് ഉണ്ടാവില്ല. അതാണ് ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ റെക്കമെൻഡും അള്ളാഹുവിനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു വ്യക്തിക്കും ഇവിടെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പൊ ഈ ബിഇദ്നില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് സമ്മതം ചോദിച്ച് സമ്മതം എടുക്കുക എന്ന് അങ്ങനെ അർത്ഥം വെക്കരുത്. അങ്ങനെ അർത്ഥം വെച്ചാൽ വേറൊരായത്ത്, വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരാൾ മൂമിനാണെങ്കിൽ അള്ളാഹിനോട് സമ്മതം ചോദിക്കണം. അങ്ങനെ സമ്മതം ചോദിച്ചിട്ടാ ഷഹാദത്തുൽ മേലിൽ പഠിച്ചവനോട് സമ്മതം ചോദിച്ചിട്ടാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു ഉദ്ദേശിക്കാതെ മൂമിനാകാൻ കഴിയില്ല. എത്ര തെളിവ് കിട്ടിയിട്ടും കാര്യമില്ല.
എത്ര തെളിവ് കിട്ടിയാലും അള്ളാഹ് ഉദ്ദേശിക്കാതെ മുഅ്മിനാകാൻ കഴിയില്ല. അതാണ് അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്കും മുഅ്മിനാകാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാതെ ലോകത്ത് ഒരാളും റെക്കമെൻഡ് ചെയ്യൂല, ശഫാഅത്ത് ചെയ്യൂല. ശഫാഅത്ത് അള്ളാഹുവിന്റെ അധികാരത്തിൻ പരിധിയിലാണ്. എന്തേ അങ്ങനെ അള്ളാഹ് പറയാൻ കാരണം? അത് ഇമാം റാസി അവിടെ വിശദീകരിച്ചു. അതെ, അള്ളാഹു കഴിവ് കൊടുക്കാതെ, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ, അഥവാ അള്ളാഹു ഉദ്ദേശിക്കാതെ റെക്കമെൻഡ് ചെയ്യുന്ന ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്ന് അബൂജഹലും കക്ഷികളും വിശ്വസിച്ചു. അത് ഖുർആൻ പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം കിട്ടാൻ വേണ്ടി കുറെ ദൈവങ്ങളുണ്ട് എന്നവർ വിശ്വസിച്ചു. ആ ദൈവങ്ങൾ, അങ്ങനെ ഒരു സാധനം, ഒരു ദൈവമായിട്ട് ഒന്നും ഇവിടെ ഇല്ല. ഒന്നിനും അള്ളാഹുവിനോട് കൂറും ഇല്ല, ഒന്നും അള്ളാഹുവിന്റെ സഹായിയും അല്ല. അതുകൊണ്ട് തന്നെ ആരും തെറ്റിദ്ധരിക്കണ്ട, അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നിനും കഴിയില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എത്ര സുന്ദരമായ വിശ്വാസമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അതുകൊണ്ട് മരുന്ന് കുടിക്കാൻ പാടില്ല എന്നല്ല, ഗൈനക്കിനെ കാണാൻ പാടില്ല എന്നല്ല, ഒരു പാവപ്പെട്ട ഒരാൾ 1,00,000 റുപ്യ കടം തരുമെന്ന് ചോദിച്ചുകൂടാ എന്നല്ല, എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ കുടിക്കാൻ എന്ന് എനിക്ക് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അത് ഇസ്തിഗാസയാണ്. അതെ, ഞാൻ വെള്ളം ചോദിക്കുകയാണ്, അതിനൊരു കുഴപ്പമില്ല. തരുന്നതാരാണ്? തരുന്നത് അള്ളാഹു ആണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചൂടുവെള്ളം തന്നാൽ ഞാൻ കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ കുടിക്കുന്നു. കൊണ്ടെത്തന്ന ആളെ പേര് ഞാൻ പറയൂല, കാരണം അത് ഞാൻ കാണുന്നതന്നില്ലേ, അള്ളയാണ് എനിക്ക് ഈ വെള്ളം തന്നെന്ന് എൻ്റെ വിശ്വാസം. കുടിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ, സർവ്വസ്തുതി അള്ളാഹ്ക്കാണ്, കൊണ്ടെത്തന്നാക്കല്ല. എന്തേ അങ്ങനെ പറയുന്നത്? അള്ളയാണ് വെള്ളം തന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കൂല. ഞങ്ങൾ പലരെയും ആദരിക്കും, പലതിനെയും ബഹുമാനിക്കും. അതിന്റെ കാരണം നിന്റെ ഖുർആനിൽ നീ പറഞ്ഞു, വമൻ യുഅദ്ദിം ഹുർമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഖൈറാണ് എന്ന് നിന്റെ ഖുർആനിൽ പറഞ്ഞല്ലേ. നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ ബഹുമാനിക്കും. കഅബയെ ഞങ്ങൾ ബഹുമാനിക്കും. കഅബ അള്ളയാണോ? അല്ല. ദൈവമാണോ? അല്ല. പിന്നെന്താണ്? കഅബ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കഅബയെ ഞങ്ങൾ ബഹുമാനിക്കും. എത്ര ബഹുമാനിക്കും? ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ ആ കഅബയെ ഇങ്ങനെ ചുറ്റും. അത് എത്ര വലിയ ബഹുമാനമാണ്. ആ കഅബയെ ബഹുമാനിക്കും. പക്ഷെ കഅബയെ ആരാധിക്കൂല. കാരണം ഞങ്ങൾ ആരാണ്? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. പിന്നെ എങ്ങനെ കഅബയെ ആരാധിക്കലുണ്ടാവില്ലല്ലോ. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ് നല്ല വിശ്വാസം. പിന്നെ കഅബയെ ചുറ്റുന്നത്, കഅബയെ ആദരിക്കുകയാണ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത്, ഹജറുൽ അസ്വദിനെ ആദരിക്കുകയാണ്. ഒരിക്കലും അത് ആരാധനയല്ല. ചുറ്റുമ്പോഴേക്ക് ആരാധനയാവൂല. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, പൂച്ച ചിലപ്പോൾ നമ്മളെങ്ങനെ ചുറ്റും, അത് ആരാധനയാ? അത് ചുറ്റിയാണ്, അത് ചുറ്റിയാണ്. ഇതേപോലെ ചിലപ്പോൾ ചെറിയ കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഉമ്മാനെങ്ങനെ ചുറ്റും, അത് ആരാധനയാ? അല്ല. ആ കുഞ്ഞുങ്ങൾക്ക് മുല കിട്ടാൻ വേണ്ടിയോ അല്ലെ വേറെന്തോ മുട്ടായി കിട്ടാൻ വേണ്ടിയോ ചുറ്റുന്നതാണ്. അത് ആരാധനയാവൂല. ചുറ്റുമ്പോഴേക്ക് ആരാധനയാവൂല. ഇതേപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ മേൽ നെറ്റി വെക്കും. അത് തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ട് മണക്കും, തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൂണ്ടിയിട്ട് മണക്കും. അത് വലിയ ബഹുമാനം തന്നെയാണ്. പക്ഷെ ആരാധനയല്ല, അത് ആരാധനയാവൂല. ഇനി നിങ്ങൾ നോക്കൂ, കഅബത്തിന്റെ അടുക്കൽ വെച്ച് ഒരാൾ ഉറക്ക ശബ്ദിച്ചാൽ അതിനെപ്പറ്റി ഖുർആൻ എന്തോ പറഞ്ഞോ? ഇല്ല. അതേ സമയത്ത് കഅബയേക്കാൾ ബഹുമാനമുള്ള സൃഷ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് ഖുർആൻ എന്താ പറഞ്ഞത്? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ സമീപത്ത് വെച്ച് നിങ്ങൾ ഉറക്കെ ശബ്ദിച്ചു പോകാൻ പാടില്ല. ശബ്ദിച്ചാലോ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സർവ്വ അമലും പൊളിഞ്ഞു പോകും. കഅബത്തിന്റെ അടുക്കൽ ഉറക്കെ ശബ്ദിച്ചാൽ അമൽ പൊളിയുമെന്ന് ഖുർആനിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സമീപത്ത് വെച്ച് ശബ്ദം ഉറക്കെ ാൽ അമല് പൊളിഞ്ഞു പോകും. എന്തൊരു ബഹുമാനം കൊടുക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ബഹുമാനം പ്രകടിപ്പിക്കൽ ആരാധനയാണോ? ഒരിക്കലും ആരാധനയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ആരാധനക്കർഹൻ ഇല്ല. മുശ്രിക്കുകൾ അങ്ങനെയല്ല. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ, സഹായത്തിനു വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചു അവർ, ദൈവങ്ങളെ വിശ്വസിച്ചു അവർ, എന്നിട്ട് സഹായം തേടി എന്നാണ് ഖുർആൻ പറയുന്നത്. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ദൈവമാണെന്ന നിലക്ക് ഒന്നിനോടും ചോദിക്കുകയില്ല, ഒരാളോട് ചോദിക്കൂല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കും പോലെ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടും ചോദിക്കൂല.
അതെ, പിന്നെ അവരെങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരു മുതലാളിയോട് ചോദിക്കുമ്പോൾ അയാൾക്ക് ക്യാഷ് ഉണ്ടാവും എന്ന് വിചാരിച്ച് ചോദിക്കാൻ. ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടായാലും ഇല്ലെങ്കിലും ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും, അയാൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ അല്ലേ കിട്ടൂല. എന്നല്ലാതെ കയ്യിൽ പൈസ ഇല്ലാത്തവരോട് ചോദിക്കുമ്പോഴേക്ക് ശിർക്കാവോ? അതില്ല. ഹറാമാവോ? ഇല്ല. കറാഹത്താവോ? ഇല്ല. കാരണം നമ്മക്കറിയോ അയാളെ കയ്യിലുണ്ടോ ഇല്ലയോ ഒന്നും. കിട്ടിയാൽ കിട്ടി, നമ്മൾ 1 ലക്ഷം റുപ്യ കടന്നു തരുമെന്ന് ചോദിക്കും. അത് ചോദിക്കാതെ കിട്ടുമോ? അത് ചിലപ്പോൾ കിട്ടലുണ്ടാവില്ല. ചോദിക്കാതെ കിട്ടലുണ്ടാവില്ല. ഞാൻ ഇപ്പൊ ചൂടുവെള്ളത്തിന് ചോദിച്ചിട്ട് തന്നെ കിട്ടിയില്ല. അപ്പോ സുഹൃത്തുക്കളെ, അപ്പൊ ചിലപ്പോ ചോദിച്ചാൽ തന്നെ കിട്ടൂല. പിന്നെയല്ലേ ചോദിക്കാതെ കിട്ടല്? അല്ലാഹു തആല വെച്ച നിമിത്തമാണ്. എന്ത്? ചോദിക്കുക, ആവശ്യപ്പെടുക. ആവശ്യപ്പെടുമ്പോഴാണ് കിട്ടുക. അത് നിമിത്തമാണ്. ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിക്കണം. ഒരാൾ പറഞ്ഞ് സുഖല്ല, ഇങ്ങനെ ഇവിടുന്ന് ഒരു വേദന, ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡോക്ടറെ സമീപിക്കണം എന്നിട്ട് ഒരാൾ വേഗം പോയി ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചിങ്ങ് പോകുന്നത്. അങ്ങനെയാ അതിൻ്റെ അർത്ഥം? സമീപിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സമീപിച്ചിട്ട് വിഷയം പറയണമെന്നല്ലേ? അല്ലാഹ് പറഞ്ഞില്ലേ, വലൗ അന്നഹും യളമു അൻഫുസഹും. തെറ്റ് ചെയ്തു പോയോ? മുഅ്മിനീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്തു പോയോ? എന്നാൽ ജൗക്ക്, തങ്ങളെ സന്ദർശിക്കണം, തങ്ങളെടുക്കൽ വരട്ടെ. എന്തിനാ അള്ളാഹിനോട് തെറ്റ് ചെയ്തതിന് എന്തിനാ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നത്? അള്ളയല്ലേ ദോഷം വെറുക്കുന്നത്? അള്ളല്ലാതെ ദോഷം വെറുക്കുവോ? പക്ഷേ അല്ലാഹു തആല നബിതങ്ങളെ ബഹുമാനിക്കുകയാണ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ വന്നാൽ ഞാൻ ദോഷം പുറത്തു കൊടുക്കും. നിങ്ങൾ പുറക്കിരുന്ന പൊറുക്കൂല. ജൗക്ക്, തങ്ങളെടുക്കൽ വരട്ടെ. വരട്ടെ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോവാന്നാ? അല്ല. പിന്നെ ഡോക്ടറെ അടുത്ത് വരട്ടെ എന്ന് എൻ്റെ അർത്ഥം എന്താ? ഡോക്ടറെ കണ്ടിട്ട് അങ്ങ് പോവാന്നാ? അല്ല. ആ ഡോക്ടറോട് പറയണം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയണം. അതുപോലെ അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. അവരുടെ ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് നബിതങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ. നബിതങ്ങളെ സമീപിക്കണം, ആവശ്യപ്പെടണം. എന്താ കാരണം? കാരണം ഇമാം റാസി തഫ്സീറിൽ വിവരിക്കുകയാണ്. കാരണം ഇദാ ജാഊഹു ജാഊ മൻ ഖസ്സഹു ബിരിസാലതിഹി വഅക്രമഹു ബിവഹീഹി വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. റസൂലുള്ളാഹിന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ അല്ലാഹ് റസൂലാക്കിയ ആളാണത്, വഹീ കൊടുത്ത് ബഹുമാനിച്ച ആളാണത്. സൃഷ്ടികളുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് അല്ലാഹ് മധ്യവർത്തിയാക്കി വെച്ച ആളാണത്. മധ്യവർത്തിയെ സമീപിക്കാനാ പറഞ്ഞത്. റസൂലുള്ളാഹിനെ സമീപിക്കണം. ഹേ മധ്യവർത്തി വേണ്ട, ഞാൻ അതിൻ്റെ ആളാ, ഇങ്ങനൊക്കെ പറയുന്ന വിവരമില്ലാത്തവരില്ലേ? അവരൊക്കെ ഈ മൗലവിമാര് പറ്റിച്ച സാധാരണക്കാരെ ഈ മൗലവിമാര് പറ്റിച്ചതാണ്. അവരല്ല ഇതിന്റെ ഉത്തരവാദി. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. ഖുർആന്റെ മാനയാ ഇമാമിങ്ങൾ തഫ്സീറിൽ പറയുന്നു, വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടക്ക് അല്ലാഹ് മധ്യവർത്തിയാക്കി വെച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫൈദാ ജാഊഹു, അവൻ നബിതങ്ങളുടെ അടുക്കൽ വന്നാൽ, ഇദാ കാന കദാലിക, അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ അടുത്ത് അവർ വന്നാൽ, ഇമാം റാസി പറയാൻ, ലാ യറുദ്ദു ശഫാഅതഹു, നബിതങ്ങളെ റെക്കമെൻഡ് അല്ലാഹ് തള്ളൂല. നബിതങ്ങളെ റെക്കമെൻഡ് അല്ലാഹു തള്ളൂല. അതുകൊണ്ടാണ് നബിതങ്ങൾ എടുക്കൽ വരണം, റെക്കമെൻഡ് ചോദിക്കണം എന്ന് പറഞ്ഞത്. ചോദിച്ചുകൂടാന്നല്ല, കൊടുക്കുന്നത് മുഴുവനും അല്ലാഹയാണ്. വൽ ഖദ്രി ഖൈരിഹി വശരി മിനല്ലാഹ്. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ഖൈർ കിട്ടാൻ നബിതങ്ങളെ സമീപിക്കണം, നബിതങ്ങളോട് ആവശ്യപ്പെടണം. ദോഷം പൊറുക്കലിനേക്കാൾ വലിയൊരു ഖൈർ വേറെ എന്താ കിട്ടാൻ? അത് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടണമെന്ന് ഖുർആൻ. നമുക്ക് ഖുർആൻ തള്ളിയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഖുർആൻ തള്ളിയിട്ട് ഒരു മുസ്ലിമിന് ജീവിതം ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ നബിതങ്ങളോട് തന്നെ ഖുർആൻ പറയാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യൂ നബിയേ. അല്ലാഹ് പറഞ്ഞ മധ്യവർത്തി വേണ്ടെന്നാ? നബി തങ്ങൾ മധ്യവർത്തി ആവൂന്നാ പറയും. തങ്ങൾ അവരെ ദോഷം പൊറുക്കാൻ എന്നോട് പറയൂ നബിയെ. എന്തിനാന്ന് ചോദിക്കണ്ട, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റൂല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹുവിന്റെ തീരുമാനമാണത്.
ദോഷം ഞാൻ പൊറുക്കും, എൻ്റെ ഹബീബായ നബി എന്നോട് പറയട്ടെ, പറഞ്ഞാൽ ഞാൻ പൊറുക്കും. നബിയോട് പറയണം, ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം ഖുർആൻ. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിൽ 3 സൂറത്ത്, ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖൂൻ, മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂൻ. കാഫിരീങ്ങളുടെ അഥവാ അവിശ്വാസികളുടെ ആശയം പറയുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതേ സമയത്ത് വേറൊരു സൂറത്ത് സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്. ഒക്കെ പറയാൻ ഇപ്പോൾ ഇവിടെ സമയം ഇല്ല. മൂന്നാമത്തെ വേറൊരു സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളുടെ ലക്ഷണം പറയുന്ന സൂറത്ത്. കപട വിശ്വാസി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും, പക്ഷേ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വാസമില്ല. ഖുർആൻ തുടക്കം തന്നെ പറഞ്ഞത് ഇന്നക ലറസൂലുള്ളാഹ് എന്ന് മുനാഫിഖീങ്ങൾ തങ്ങളോട് പറയും. പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് മുനാഫിഖീങ്ങൾ തങ്ങളുടെ അടുക്കൽ വന്ന് പറയും. അല്ലാഹു സാക്ഷിയാണ്, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നതല്ല, നാവ് കൊണ്ട് പറയാണ്. അള്ളാഹു പറയുന്നവർ കളവ് പറയാണ്, മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. ആ മുനാഫിഖീങ്ങളെ ലക്ഷണം പറയാണ് സൂറത്തുൽ മുനാഫിഖൂനയിൽ. എന്താ പറഞ്ഞത് ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ തഅലു വരിൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ആ റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് ആവശ്യപ്പെടാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലവ്വൂ റൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവർ പിരിഞ്ഞു പോകും. എന്താ കാരണം? വഹും മുസ്തക്ബിറൂൻ, അവർ കിബ്രന്മാരാണ്. ഞങ്ങൾ ദോഷം ചെയ്യേണ്ട, ഞങ്ങൾ പഠിച്ചവരോട് ഡയറക്റ്റ് പറഞ്ഞോളും, അങ്ങനെ മുഹമ്മദ് നബിയോട് പറഞ്ഞിട്ട് പൊറുക്കണമെന്നില്ല എന്ന അഹങ്കാരമാണ്. അല്ലാഹ് പറയാണ് സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, എല്ലാ ശത്രുക്കളോടും കാരുണ്യമാണ്. അതല്ലേ നബി തങ്ങളുടെ വലിയ മഹത്വം, എല്ലാരോടും കാരുണ്യം. എന്റെ സ്ഥാനം വകവെച്ച് തരാത്ത, ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കാത്ത ഈ മുനാഫിഖിനോടും കാരുണ്യമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നബി തങ്ങളോട് അല്ലാഹ് പറയാണ്, ഓ നബിയെ, അവര് തങ്ങളോട് ആവശ്യപ്പെടുന്നില്ലെങ്കിലും തങ്ങളെ വകയിൽ തങ്ങളൊന്നെന്നോട് അവരെ ദോഷം പൊറുക്കണോന്ന് റെക്കമെൻഡ് ചെയ്താൽ അംലം തസ്തഗ്ഫിർ ലഹും, ഇല്ലേ തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചില്ല, റെക്കമെൻഡ് ചെയ്തില്ല, എന്തായാലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, തങ്ങളെ സ്ഥാനം വകവെച്ച് തരാത്ത, തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടാൻ പറയുമ്പോ തലതിരിക്കുന്ന കക്ഷികൾക്ക് അല്ലാഹു പൊറുക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കണം, അത് വകവെച്ചു കൊടുക്കാത്തവന് ഞാൻ പൊറുക്കൂല എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ഓ സുഹൃത്തുക്കളെ, അതെ, പിന്നെ മധ്യവർത്തി വേണ്ട എന്ന് ആര് പറഞ്ഞു? ഖുർആൻ ഇങ്ങനെ പറയുമ്പോ മധ്യവർത്തി വേണ്ട എന്ന് ആര് പറഞ്ഞു? അല്ലല്ലേ ഇതൊക്കെ പറഞ്ഞത്? ഇനി